പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഈ കോഴിക്കോട് അത്തോളിയിൽ അവിടെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു എന്നൊരു വാർത്തയുണ്ട്. കുടക്കലിന് സമീപം പാറക്കണ്ടി സുരേഷിന്റെ വീട്ടിലെ ഗ്യാസ് ആണ് പൊട്ടിത്തെറിച്ചത്. എന്താണ് സംഭവം എന്ന് ചോദിക്കാം. രതീഷ് വാസുവിനോട് നമുക്കിപ്പം. രതീഷ്, ഗുഡ് മോർണിംഗ്. ഇത് എന്തെങ്കിലും എന്താണ് നിലവിലെ അവസ്ഥ? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴായിരുന്നു? എങ്ങനെയാണ്? സേതു, ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത്. സുരേഷിൻ്റെ വീട്ടിലെ പാചകത്തിനിടയിലാണ് ഇത് പൊട്ടിത്തെറിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ആ സമയത്ത്, പാചക സമയത്ത് ഈ അടുക്കളയിൽ ഗ്യാസ് സിലിണ്ടറിന് സമീപം കുടുംബാംഗങ്ങളില്ലാത്തതാണ് അപകടം ഇല്ലാതാക്കിയത്. ഈ ബഹളം കേട്ട് എല്ലാവരും വീടിന് പുറത്തേക്ക് ഓടി മാറുകയായിരുന്നു. ഈ ഗ്യാസ് സിലിണ്ടർ അടക്കം പൊട്ടിത്തെറിച്ച് കഷ്ണങ്ങളായി മാറിയ ദൃശ്യങ്ങളാണ് കാണാൻ സാധിച്ചത്. എന്തായാലും വലിയ അപകടം ഉണ്ടാവേണ്ട സാഹചര്യമായിരുന്നു. എന്തായാലും കുടുംബാംഗങ്ങൾ അടുക്കളയിൽ ഇല്ലാത്തതും ആ സമയത്ത് തന്നെ ഓടി മാറിയത് കൊണ്ടും തന്നെയാണ് അപകടമില്ലാതായത്. എന്തായാലും പാചകത്തിനിടെയാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. വലിയ ജാഗ്രത ഇത്തരം കാര്യത്തിൽ വേണം എന്നും കൂടി ഓർമ്മിപ്പിക്കുന്ന അപകടമാണ്. എന്തായാലും ആർക്കും പരിക്കില്ല. ലീക്കേജ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഈ സിലിണ്ടറിന്? അല്ല, അത്തരം പരിശോധനകൾ നടത്തേണ്ടതുണ്ട് എന്നും കൂടെ സൂചിപ്പിക്കുന്നതാണ് ഈ അപകടം. കാരണം വളരെ സേഫാണ്, കുഴപ്പമില്ല എന്നൊക്കെ തോന്നുമ്പോഴും ഇത്തരം അപകടങ്ങൾ പൊടുന്നനെ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള പരിശോധനകൾ നമ്മൾ ഈ ഗ്യാസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കേബിളിങ്ങൊക്കെ ബന്ധപ്പെട്ട് ലീക്കേജുമായി ബന്ധപ്പെട്ട് പരിശോധിക്കണം എന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നതാണ്. കാരണം നിലവിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് വീട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ അപകടം സംഭവിക്കുന്നു. അതിന് പ്രാഥമികമായി ഈ സേതു പറഞ്ഞ പോലെ ആ ലീക്കേജും മറ്റുമാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന് ഉറപ്പാണ്. അപ്പോൾ ആ പരിശോധന കൂടി വീടുകളിൽ കുടുംബാംഗങ്ങൾ അടുക്കളയിൽ ജാഗ്രതയോടെ കാണണമെന്നാണ് ഈ അപകടം മനസ്സിലാക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സൊക്കെ എത്തി മറ്റു കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. എന്തായാലും അപകടം ഉണ്ടായില്ല എന്ന് തന്നെയാണ് ആശ്വാസകരമായ കാര്യം. സേതു, ശരി രതീഷ്, ഓക്കെ.